ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവർത്തിക്കാൻ വാഴ വീണ്ടും വരുന്നു, വാഴ 3. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത്തവണ ബോയ് സ്റ്റോറി അല്ല, ഗേൾ സ്റ്റോറിയാണ്. ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ്. വിപിൻ ദാസിന്റെ ഡയറക്ടോറിയൽ ടീമിന്റെ ഭാഗമായ വിശ്വൻ ശ്രീജിത്താണ് സംവിധാനം. അടുത്ത വർഷമാകും സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. പക്ഷേ ഇപ്പോഴേ ചൂട് പിടിച്ച ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. സിനിമ അനൗൺസ് ചെയ്തതിന് പിന്നാലെ ഒരു കൂട്ടർ വല്ലാതെ അസ്വസ്ഥരായി. കമന്റ് ബോക്സുകൾ ആ അസ്വസ്ഥതയിൽ പുകഞ്ഞു. പെണ്ണുങ്ങളുടെ കഥയോ? അവർക്കെന്ത് കഥ? അതാണ് ഇവരുടെ ചോദ്യം. അങ്ങനെ പെൺ സ്റ്റോറി എടുത്താൽ പടം പൊട്ടും എന്നായി ചില പ്രവചന സിംഹങ്ങൾ. വാഴ ഫ്രാഞ്ചൈസി പെണ്ണുങ്ങളെ കയറ്റി നശിപ്പിച്ചു എന്നും പറഞ്ഞ് അലമുറയിട്ട് കരയുകയാണ് അവർ. ഈ കൂട്ടരുടെ വിലാപങ്ങൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. പെണ്ണുങ്ങളുടെ കഥയിൽ വല്ല ത്രില്ലുമുണ്ട്. സൂപ്പർ ശരണ്യ വന്നില്ലേ, ജയ 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 ഹേ വന്നില്ലേ, ഇനി ഒരു പടം കൂടി വേണം. പെണ്ണുങ്ങൾ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്? കുറച്ച് അസൂയ, തേപ്പ്, മേക്കപ്പ്, മൂഡ് സ്വിങ്സ് ഏറിപ്പോയാൽ ആണുങ്ങളെ പോലെ മാസ് കാണിക്കാൻ നോക്കും. അതിനപ്പുറം എന്ത്? ഇങ്ങനെ ചോദിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഫെമിനിച്ചി ഫാത്തിമയിലെ പോലെ ഫാത്തിമ ആ ഫാൻ ഒന്നിട് എന്നവർ അലറുന്നുണ്ടാകും. ചൂടല്ലേ, കുറ്റം പറയാൻ പറ്റൂ. 3.5 കോടിക്ക് മുകളിലാണ് കേരളത്തിലെ ജനസംഖ്യ. അതിൽ 52% സ്ത്രീകളാണ്. അവർക്കാണ് കഥയില്ലെന്ന് ഇവർ പറയുന്നതെന്ന് ഓർക്കണം. സ്ത്രീകൾക്ക് സ്കൂൾ കോളേജ് ലൈഫോ സൗഹൃദങ്ങളോ ഇല്ലെന്നാണ് ഇവരുടെ ഭാഷ്യം. എന്താ കഥ? ഇവരുടെ കണ്ണിൽ ആർത്തവാരംഭത്തിൽ തുടങ്ങി ആർത്തവ വിരാമത്തിൽ പെണ്ണിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള കഥ അവസാനിക്കുന്നു. അതിനിടയിൽ പ്രണയം, കല്യാണം, എക്സെട്ര എക്സെട്ര. ഇവിടെയും സ്ത്രീകളല്ല കേന്ദ്ര കഥാപാത്രം. ബില്യൺസ് ഓഫ് ബോയ്സിന്റെ ലൈഫിലെ വലിയ പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങൾ മാത്രമായാണ് പലപ്പോഴും ഇവർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. നായകന്റെ മകൾ, പെങ്ങൾ, കാമുകി, ഭാര്യ, നായകന്റെ പേര് ചേർത്ത് പറഞ്ഞാൽ മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്ന സഹവേഷം, ഒരുതരം മോട്ടിവേഷൻ. അതിനപ്പുറത്തേക്ക് ഒരു സൂപ്പർ ഹീറോയിനായി അവൾ മാറിയാലോ? അത് ക്യാമിയോ വേഷം ചെയ്തവരുടെ വിജയമായി ഈ കൂട്ടർ കൊണ്ടാണ്. നമ്മൾ അതും കണ്ടിട്ടുണ്ട്. ഐൻസ്റ്റീൻ പണ്ട് ഭ്രാന്തിനെ, ഇൻസാനിറ്റിയെ ഒന്ന് നിർവചിച്ചിരുന്നു. ഡൂയിങ് വൺ തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ബട്ട് എക്സ്പെക്ടിങ് ഡിഫറൻറ്റ് റിസൾട്ട്. അതാണ് ഇവിടെ സിനിമകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരേ കഥകൾ ഒരേ POVയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വട്ടവും വേറിട്ടൊരു ഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യവുമില്ല. ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി എഴുതുന്നുണ്ട്, അത് ശരിയാണ്. എന്നാൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള എത്ര സിനിമകൾ ഇന്നിറങ്ങുന്നുണ്ട്? ഒരു കൗണ്ടർ നറേറ്റീവിനുള്ള സമയമാണ്. പെൺകുട്ടി സമം പിങ്ക് മുറി, പാവക്കുട്ടി, മേക്കപ്പ് സെറ്റ് എന്നതിനപ്പുറം അവരുടെ POVയിൽ കഥകൾ ഉണ്ടാകണം. പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും ചില സാമ്യതകൾ, ഒരേ അഭിപ്രായങ്ങൾ അവരിൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്നത് പഠിക്കണം. അവരുടെ സൗഹൃദവും അഭിരുചികളും കഥകളാകണം. നല്ല രീതിയിൽ അവ വെള്ളിത്തിരയിലേക്ക് പകർത്താനാകണം. കേരളത്തിൽ ആകെ മൊത്തം 42% പുരുഷന്മാർക്കും ഈ പെൺകഥകൾ അജ്ഞാതമാണ്. അത് കഥകൾക്ക് പഞ്ഞമുണ്ടായിട്ടല്ല, പറയാൻ ആളില്ല എന്നും പറയാൻ പറ്റില്ല. അത്തരം കഥകൾ കേൾക്കാൻ കേൾവിക്കാരോ പറയാൻ വേദിയോ ഇല്ലാത്തതാണ് കാരണം. വേദികൾ കിട്ടുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളുടെ കഥയാവും അധികവും പുറത്തു വരിക. അല്ലെങ്കിൽ അതും പറയാൻ പറ്റാതെ. അതാണ് സത്യസന്ധമായ അവസ്ഥ. വാഴ 3 ടീം വലിയൊരു വെല്ലുവിളിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വിപിൻ ദാസും സംഘവും കൊമേഴ്ഷ്യൽ സിനിമകളിൽ സ്ഥിരം കണ്ടും കേട്ടും പരിചയിച്ച സ്ത്രീയെ ആകില്ല ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുക എന്ന് പ്രത്യാശിക്കാം. സിനിമയുടെ അനൗൺസ്മെന്റിന് പിന്നാലെ അസ്വസ്ഥമായ കമന്റ് ബോക്സുകൾക്ക് ബോക്സ് ഓഫീസിൽ മറുപടി കൊടുക്കേണ്ടത് ഒരു ഫീമെയിൽ ഗേസിലൂടെ ആകണം. അല്ലെങ്കിൽ നമ്മൾ ആ പെൺ സ്റ്റീരിയോ ടൈപ്പിൽ നിന്ന് പുറത്തു വരില്ല. ആൺനോട്ടത്തിലൂടെ ആ പുറത്തു കടക്കൽ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്തായാലും വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് പുറത്തു വരട്ടെ, ബോക്സ് ഓഫീസ് തൂക്കട്ടെ.